എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മൂവാണ്ടൻ മാമ്പഴം കൊണ്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം ഞാനിവിടെ ഒരു 600 ഗ്രാമോളം മാമ്പഴം തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. കട്ടയൊന്നും ഇല്ലാതെ അരയ്ക്കണം. കുറച്ചൊക്കെ കട്ട വന്ന് നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. അപ്പം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബബിൾസ് വരും. ബബിൾസ് വന്ന് നമ്മൾ അങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആകെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഉടനെ നമ്മൾ ബബിൾസ് വന്നു തുടങ്ങിയ ഉടനെ നമ്മൾ സിമ്മിലേക്ക് ആക്കുക. സിമ്മിലാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എങ്ങാനും അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ പോവുക. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ആകെ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തെറിച്ച് അവിടെ ഇവിടെയൊക്കെ ആവും. പിന്നെ ചുറ്റും വേണമെങ്കിൽ ഒരു പേപ്പർ ചുറ്റും വിരിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മെസ്സി ആവുന്നത് കുറയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാറാണ് പതിവ്. അപ്പോൾ കാര്യമായിട്ട് ചുറ്റും അങ്ങനെ വൃത്തികേടാവാറില്ല, അങ്ങനെ പൊട്ടിത്തെറിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറുകയാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോവാറ്. ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ലൂസാവും കേട്ടോ. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രം പഞ്ചസാര ചേർക്കുക. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂവാണ്ടൻ മാമ്പഴം അല്ലെങ്കിൽ നാരടങ്ങിയ മാമ്പഴം കൊണ്ട് ജാം ഉണ്ടാക്കിയാൽ നന്നാവില്ല എന്ന്. പക്ഷേ ഞാൻ ഈ വർഷം തന്നെ ഏകദേശം ഒരു 5-6 കുപ്പിയോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടേ ഇല്ല. ഫൈബേഴ്സ് നമുക്ക് കാണാം, പക്ഷേ ഫൈബേഴ്സ് നന്നായി കുക്കായി നല്ല സോഫ്റ്റായി നമ്മൾ അറിയുന്നില്ലേ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണ ചെറിയ മാമ്പഴം കൊണ്ട് ജാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ കഴമ്പില്ലല്ലോ. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ഞാൻ 20 ടീസ്പൂണാണ് ഇപ്പോൾ ചേർക്കണത്. പിന്നീട് വേണമെങ്കിൽ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നോൺ സ്റ്റിക്ക് പാൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. കാരണം അതിൻ്റെ ക്രിസ്റ്റൽസ് അടിയിലുണ്ടാവും. നമ്മൾ സ്പീഡിൽ കറക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്ക്രാച്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര ഏകദേശം അലിഞ്ഞു തുടങ്ങിയെന്ന് കാണുമ്പോൾ മാത്രം സ്പീഡിൽ കറക്കി കൊടുക്കുക. ഞാൻ മധുരം ഒന്ന് നോക്കട്ടെ, വേണമെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മധുരമൊക്കെ പാകമാണ്, ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആകെ മൊത്തം പഞ്ചസാര ആഡ് ചെയ്ത ഉടനെ നന്നായി ഒന്ന് ലൂസാവും. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമുണ്ട്. പിന്നെ കൃത്യമായിട്ട് പാകം നോക്കാനൊരു സൂത്രമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറുവപ്പട്ടയുടെ പൊടിയാണ്, സിനമൺ പൗഡറാണ്. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുവപ്പട്ടയുടെ പൊടി ഇല്ലെങ്കിൽ കറുവപ്പട്ടയുടെ കഷ്ണം, ഒരു ഇഞ്ച് വലുപ്പമുള്ള കഷ്ണം ഏറ്റവും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കത് അവസാനം എടുത്തു കളയാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായി കട്ടിയായിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇത് പാകമായോ നോക്കാൻ ഒരു സൂത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ജാം അതിലാക്കിയിട്ട് പ്ലേറ്റ് ഒന്ന് ചെരിച്ച് പിടിക്കുക. അപ്പോൾ ആ ജാം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ പാകമായി എന്നാണ് അർത്ഥം. ഇപ്പം ഇത് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഇനിയും ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കറുവപ്പട്ടയുടെ ആ ഒരു ഫ്ലേവർ ശരിക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണും കൂടിയും ചേർക്കുകയാണ് കറുവപ്പട്ടയുടെ പൗഡർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതേപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ ആ സ്പാച്ചുല പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ.
എന്നിട്ട് പിന്നെ സ്പീഡിലാക്കാം. കാരണം ആ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ ഉടനെ വന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കൃത്യം 1 മണിക്കൂറായിട്ടുണ്ട്, നന്നായി കട്ടിയായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു ചെറിയ കിണ്ണത്തിലെടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചെറുതായിട്ട് താഴത്തേക്ക് ഒന്നിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് ഏകദേശം ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുന്നത് കുറച്ച് കുറവാണ്, ശ്രദ്ധിച്ചോ? അപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി വരുന്നത്. ഇപ്പം 5 മിനിറ്റായി, ഞാൻ ഒന്നുകൂടി നോക്കുകയാണ്. അപ്പോൾ താഴത്തേക്കൊന്നും വരുന്നില്ല, കണ്ടോ? അത് കിടന്നിടത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജാം പാകത്തിന് റെഡി ആയിട്ടുണ്ട്, കണ്ടോ? നല്ല വെള്ളമെല്ലാം പോയി പൊട്ടിത്തെറിക്കലൊക്കെ നിന്നു. ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ, അത്രയ്ക്കാവില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കില്ലേ ജാം, അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് നന്നായി ചൂടാറണം. അപ്പോൾ നിങ്ങൾ തുറന്ന് വെക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ തുറന്ന് വെക്കുക, ഇല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ രാത്രിയാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നാളെയാണ് ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തുറന്ന് വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് പതുക്കെ ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്യുക. ഒരിക്കലും സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ മറ്റേ പാനിൻ്റെ അടപ്പോ വെച്ചിട്ട് അടയ്ക്കരുത്, ആവി കയറിയ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ പോവാണ്. എങ്കിൽ പോലും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് ആവി പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നാളെ ഇത് തുറന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതായത് പിറ്റേ ദിവസം കാലത്താണ്. നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഏത് പാത്രമായാലും നന്നായി ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റണം. ഗ്ലാസ് ആയാലും സ്റ്റീലായാലും അതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഒന്നാമത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചധികം ദിവസം സൂക്ഷിക്കേണ്ടതല്ലേ. ഇത് ഏകദേശം 1 വർഷത്തോളം ഇതുപോലെ നന്നായി അടച്ച് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നല്ല നാടൻ മൂവാണ്ടൻ മാമ്പഴം കൊണ്ട് ഒരു അടിപൊളി ജാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.